എടോ ജയേട്ടൻ പറഞ്ഞ പോലെ നിനക്ക് 2 ഓപ്ഷൻസ് ആണ്. ഒന്നെങ്കിൽ ഒരു അംബാനിയുടെ ഭാര്യയായിട്ട് ജീവിക്കുക, അല്ലെ പിച്ചക്കാരുടെ. എന്തായാലും പിള്ളേനൊക്കെ മെച്ചാണ്. പണ്ടാത്തതിനോട് എസ് പറഞ്ഞ മതിയായിരുന്നു. എന്താ ആ അദ്വൈത് എന്നെ പ്രപ്പോസ് ചെയ്തപ്പോഴേ അന്ന് എസ് പറഞ്ഞാൽ മതിയായിരുന്നു എന്ന്. അതാകുമ്പോൾ ഇപ്പം ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചേനെ. എന്താ എൻ്റെ പ്രശ്നം? നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കണ്ടേ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? 27 വയസ്സായില്ലേ, ഒരു ജോലിയില്ല, കയ്യിലുണപ്പത്തിൻ്റെ പൈസ ഇല്ല. അവിടെ നീ എത്ര നാൾ എൻ്റെ ചെലവിൽ ഇങ്ങനെ ജീവിക്കും? നിനക്ക് നാണാവില്ലേ? നിനക്ക് എപ്പോഴും നിന്റെ കരിയറും നിന്റെ സ്വപ്നം നിന്റെ എപ്പോഴെങ്കിലും നീ എന്നെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ ഇഷ്ടങ്ങളെക്കുറിച്ചൊക്കെ? ഇങ്ങനെ ജോലിയും കൂലിയില്ലാത്ത ഒരാളെ എൻ്റെ അപ്പൻ്റെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. നീ എന്തീ പറഞ്ഞു വരുന്നേ? ഇതെന്തായാലും ഇനി മുന്നോട്ട് പോവില്ല ലിജു. അതുകൊണ്ട് നമുക്കിത് ഇവിടെ വെച്ച് നിർത്താം. നിർത്താന്ന് പറഞ്ഞാൽ എന്ത് നിർത്താൻ? നിന്നെയും നിന്റെ ഇഷ്ടങ്ങളെയും മനസ്സിലാക്കാതെയാണ് ഇത്ര കാലം മുമ്പോട്ട് പോയെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ പറഞ്ഞ എൻ്റെ ഇഷ്ടങ്ങൾ നമ്മുടേതായിരുന്നില്ലേ? Let's break up. Bye. അവളെന്താ പറഞ്ഞവള്? അവളെന്ത് പറയാൻ? അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കാണെങ്കിൽ ജോലിയും കൂലിയൊന്നുമില്ല. മുണ്ട അവളിതിനെ പറ്റിക്കണാണ്. അവളുടെ കല്യാണം ഉറപ്പിച്ച്. നീ ഒന്ന് പൊക്കടാ. കഴിഞ്ഞ 8-10 വർഷമായിട്ട് എനിക്ക് അവളെ അറിയാവുന്ന. എന്നോട് അവൾ അങ്ങനെ ഒന്നും ചെയ്യും? എന്റെ നിഷ്കും ഒണ്ണെ, നീ വേണമെങ്കിൽ ആ വർഗീസിനെ വിളിച്ച് നോക്ക്. അവന്റെ വീടിന്റെ അടുത്തല്ലേ അവള്. എങ്ങനെയുണ്ട്?